ഓക്കെ, സോ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട ചില ടേംസിൻ്റെ ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് ക്യാഷ്? ഇവിടെ ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്. അതായത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് വിത്ത് ബാങ്കും ആണ് ക്യാഷ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാഷ് ഇക്വാലൻസ്, ക്യാഷും ക്യാഷ് ഇക്വാലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലോസ്, അതിൻ്റെ ഫ്ലോസ് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. സോ എന്താണ് ഈ ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷിന് ഈക്വൽ ആയിട്ടുള്ളത്, അതായത് ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത്. അതായത് വിച്ച് ക്യാൻ ബി റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് വിത്തൗട്ട് ഫോളിങ് ദെയർ വാല്യൂ. അതിൻ്റെ വാല്യൂയിൽ ഒരു കുറവില്ലാതെ അതിനെ പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം CDCP, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, അത് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ്, മണി മാർക്കറ്റ് ഫണ്ട്. ഇതൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അതിൽ പെടുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം ക്യാഷ് ഇക്വാലൻസ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. സോ ഈ ക്യാഷും ക്യാഷ് ഇക്വാലൻസും ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാഷ് ഫ്ലോസ്. എന്താണ് ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ? ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. ക്യാഷും ക്യാഷ് ഇക്വാലൻസിൻ്റെയും മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റും അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടുള്ള മൂവ്മെൻറ്റും, ഇതിനെയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഏതൊക്കെയാണ് ക്യാഷ് ഇൻഫ്ലോസ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട് ഫ്ലോസ് കാറ്റഗറിയിൽ പെടുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ പറഞ്ഞു 3 ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, 2 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് 3 ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. സോ ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. സോ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഇൻഫ്ലോ ഓഫ് ക്യാഷ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പർച്ചേസ് ആൻഡ് സെയിൽ, അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആയിട്ട് വരുന്നത്. സോ ക്യാഷ് ഇൻഫ്ലോ എപ്പോഴാണ് വരുന്നത്? ബിസിനസ്സിലേക്ക് ഇൻഫ്ലോ എപ്പോഴാണ് വരുന്നത്? വെൻ ക്യാഷ് റിസീറ്റ്സ്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുമ്പോൾ, അതായത് നമ്മളുടെ സെയിൽസ് പർച്ചേസിനേക്കാളും കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എന്തുണ്ടാവുക? ഇൻഫ്ലോ ഉണ്ടാവുക. അതായത് നമുക്ക് വിറ്റ് വരവ് കൂടുതലാണ്, നമ്മളുടെ വാങ്ങുന്നതിനേക്കാളും, പർച്ചേസസ് നടത്തിയതിനേക്കാളും വിൽക്കുന്ന എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻഫ്ലോ പോസിറ്റീവ് ഫിഗറായിട്ട് പറയാം. ഓക്കെ, അതേസമയം ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് എങ്കിൽ, അതായത് വെൻ ക്യാഷ് എക്സ്പെൻഡിച്ചേഴ്സ് എക്സീഡ് ക്യാഷ് റിസീറ്റ്, എക്സ്പെൻഡിച്ചർ റവന്യൂവിനേക്കാളും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഔട്ട്ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അവിടെ ഔട്ട്ഫ്ലോ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഏതൊക്കെയാണ് ഇൻഫ്ലോ ആയിട്ട് വരുന്നത്? ബിസിനസ്സിലേക്ക് നമുക്ക് ഫണ്ട് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? സെയിൽ ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമുക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്ലാന്റ്, എക്യുപ്മെൻറ്റ് പോലെയുള്ള ഫിക്സഡ് അസറ്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരും. ഓക്കെ, അതൊരു ഇൻഫ്ലോ ആണ്. അതുപോലെ സെയിൽ ഓഫ് ഡെറ്റ് ഓർ ഇക്വിറ്റി സെക്യൂരിറ്റീസ് ഓഫ് അതർ എൻറ്റിറ്റീസ്. മറ്റുള്ള എൻറ്റിറ്റീസിൻ്റെ, അതായത് വേറെ ഏതെങ്കിലും കമ്പനികളുടെ ഡെറ്റോ ഇക്വിറ്റിയോ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നു. അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫ്ലോ ആണ്. അതുപോലെ വേറൊരു ഇൻഫ്ലോ ആണ് കളക്ഷൻ ഓഫ് ലോൺസ് ടു അതർ എൻറ്റിറ്റീസ്. ഓക്കെ, മറ്റുള്ള ലോൺസ്, അതായത് ലോണുകൾ കളക്ട് ചെയ്യുക. ലോണുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള കമ്പനികളിൽ നിന്നും നമ്മൾ ലോണുകൾ കിട്ടുമ്പോൾ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്.
ഓക്കെ, അതൊക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതായത് സെയിൽ നടത്തുമ്പോൾ ഫിക്സഡ് അസറ്റുകളൊക്കെ സെയിൽ നടത്തുമ്പോൾ നമുക്ക് ഇൻഫ്ലോ കിട്ടുന്നു, അല്ലെങ്കിൽ ഡെറ്റ് പോലെയുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ സെയിൽ നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻഫ്ലോ വരുന്നു. അതുപോലെ ലോണുകൾ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ, ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലോ വരുന്നു. അതേസമയം ഔട്ട്ഫ്ലോ സംഭവിക്കുന്നത് എപ്പോഴാണ്? പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ പ്രോപ്പർട്ടി ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് അങ്ങോട്ട് പോകുന്നു. അതുപോലെ ഡെറ്റ്, ഇക്വിറ്റി, സെക്യൂരിറ്റീസ് മറ്റുള്ള എൻറ്റിറ്റീസിൽ നിന്നും വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് വരുന്നു? ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കുന്നു. അതുപോലെ ലോൺ ടു അതർ എൻറ്റിറ്റീസ്, മറ്റുള്ള കമ്പനികൾക്ക് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ഫണ്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തിനായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസിലൂടെയാണ് ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഇഷ്യൂവൻസ് ഓഫ് ഇക്വിറ്റി സെക്യൂരിറ്റീസ്, അതായത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം. അത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അതുപോലെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ഡെറ്റ്, ബോണ്ടുകൾ അതൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. സോ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതേസമയം ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് റിഡംഷൻ, അതായത് നമ്മൾ ഡെറ്റ് റിഡീം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അക്വിസിഷൻ, ക്യാപിറ്റൽ സ്റ്റോക്കുകൾ അക്വിസിഷൻ ചെയ്യുകയാണ്, റിഡീം ചെയ്യുകയാണ്, പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഔട്ട്ഫ്ലോ സംഭവിക്കുന്നു. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റുകളൊക്കെ നമ്മൾ പേ ചെയ്യുമ്പോൾ അവിടെ ഔട്ട്ഫ്ലോ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ഈ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഡിവിഡൻറ്റ് പേ ചെയ്യുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ, നമ്മൾക്ക് ഡിവിഡൻറ്റ് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ, എപ്പോഴാണ് നമ്മൾ റിസീവ് ചെയ്യുക? നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടുക. സോ അത് നമ്മളുടെ ക്യാപിറ്റലല്ല, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല ഇൻകവും നമുക്ക് കിട്ടുമ്പോൾ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്ലോ ആണ്. ഓക്കെ, അതേസമയം ഡിവിഡൻറ്റ് നമ്മൾ പേ ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാപിറ്റലാണ്, നമ്മളുടെ ക്യാപിറ്റലിൽ നിന്നും അവർക്ക് റിട്ടേൺ കൊടുക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് പെടുത്തുക. സോ ചുരുക്കി പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി, ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സോ അത് മാറിപ്പോവരുത്. ഓക്കെ, സോ നമ്മളിനി ഓരോ ആക്ടിവിറ്റീസിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്തൊക്കെയാണ്? അതായത് ക്യാഷ് ഇഫക്ട്സ് ദ ട്രാൻസാക്ഷൻസ് ഓൺ നെറ്റ് ഇൻകത്തിൽ ഇൻഫ്ലുവൻസ് വരുത്തുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽ നടത്തുമ്പോൾ നമുക്ക് ഇൻഫ്ലോ വരുന്നു. റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്നും നമുക്ക് റെസിപ്റ്റ് വാങ്ങിക്കുമ്പോൾ അവിടെ ഇൻഫ്ലോ ആണ്. കമ്മീഷൻ ഫീസ് അതൊക്കെ റിസീവ് ചെയ്യുമ്പോൾ ഇൻഫ്ലോ ആണ്. റോയൽറ്റി റിസീവ് ചെയ്യുമ്പോൾ അത് ഇൻഫ്ലോ ആണ്. അതേസമയം ഔട്ട്ഫ്ലോയിൽ പെടുന്നത് ക്യാഷ് പർച്ചേസസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. അത് നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോനാണ് വരിക. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് വേജസ്, ഇൻകം ടാക്സ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. സോ ഈ വക ട്രാൻസാക്ഷൻസ് ഡയറക്റ്റായിട്ട് ബിസിനസ്സിൻ്റെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻസൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതേസമയം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാഷ് ഇൻഫ്ലോയിൽ ഏതൊക്കെയാണ് വരിക? സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്,
ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് റിസീവ്ഡും ഡിവിഡൻഡ് റിസീവ്ഡും ഒക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് പെടുക. കാരണം അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകമാണ്. നമ്മൾ ഏതോ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ നമ്മളുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഇൻഫ്ലോയിലാണ് ഉൾപ്പെടുത്തുക. ഓക്കെ. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവറി, അതൊക്കെ ഇൻഫ്ലോ ആണ്, ക്യാഷ് ഇൻഫ്ലോ. ഇനി അതേസമയം ക്യാഷ് ഔട്ട്ഫ്ലോയിൽ പെടുന്നത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വല്ല ചിലവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഔട്ട്ഫ്ലോയിലാണ്, ക്യാഷ് ഔട്ട്ഫ്ലോയിലാണ് ഉൾപ്പെടുക. ഓക്കെ. ഇനി അതേസമയം അടുത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട, അതായത് ക്യാപിറ്റലുമായി ബന്ധപ്പെടുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അതിൽ ഇൻഫ്ലോയിൽ പെടുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ക്യാഷ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ക്യാഷ്, പ്രൊസീഡ്സ് ഫ്രം ലോങ് ടേം ബോറോയിങ്സ്, അതായത് ലോണുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഇൻഫ്ലോ ആണ്, ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെടുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. എന്നാൽ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ പെടുന്നത് പേയ്മെൻറ്റ് ഓഫ് ലോൺ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, റീപേയ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ഓർ ലീസ് ലയബിലിറ്റി. അതായത് ബിസിനസ്സിൽ നിന്നും നമ്മൾ അങ്ങോട്ട് പോകുന്ന, പുറത്തേക്ക് പോകുന്ന ഫിനാൻസുമായി ബന്ധപ്പെട്ട, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഷെയർസൊക്കെ റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡിവിഡൻഡ് പേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ, ദെൻ ലോൺ റീപേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിനാൻസിങ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. ഓക്കെ.